പ്രിയമുള്ളവരെ, ഈ 2024 ജനുവരിയിൽ രാജശ്രീയെ നേരിട്ട് കാണുവാനും ഒരു 1.5 മണിക്കൂർ സംസാരിക്കുവാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. രാജശ്രീ എന്ന വ്യക്തിയെ കൂടുതൽ മനസ്സിലാക്കാനുള്ളൊരു അവസരമായിരുന്നു. അത് വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. ചുരുക്കത്തിൽ രാജശ്രീയെ ഒന്ന് ഔപചാരികമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും പ്രമുഖ ഭരതനാട്യ നർത്തകി എന്നതുപോലെ തന്നെ മികച്ച ഒരു സംഗീതജ്ഞമാണ് ഡോക്ടർ രാജശ്രീ. ഗവേഷക, കലാനിരൂപക, നൃത്ത സംവിധായിക, നൃത്ത അധ്യാപിക, ഒരു കവി കൂടിയാണ് രാജശ്രീ. ഇംഗ്ലീഷിൽ മനോഹരമായ ചെറുകവിതകൾ എഴുതുന്ന വ്യക്തിയാണ്. മുല്ലമൂട് ഹരിഹരയ്യ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ബി ശശികുമാർ, പാറശാല പൊന്നമ്മ എന്നിവർ സംഗീതത്തിൽ ഗുരുക്കന്മാരാണ്. വി മൈഥിലി, ജയന്തി സുബ്രഹ്മണ്യൻ എന്നിവരിൽ നിന്നും നൃത്ത പഠനം, കേരള സർവകലാശാലയിൽ നിന്നും സംഗീതത്തിൽ ഡോക്ടറേറ്റ്, സംഗീതത്തിലെ താരവർണ്ണങ്ങളുടെയും പദവർണ്ണങ്ങളുടെയും താരതമ്യ പഠനത്തിനാണ് രാജശ്രീക്ക് ഡോക്ടറേറ്റ്. സംഗീതത്തിലാണ് രാജശ്രീയുടെ ഡോക്ടറേറ്റ് എന്ന് ശ്രദ്ധിക്കുക. കേരള കലാമണ്ഡലത്തിൽ നൃത്തത്തിൽ ഗവേഷക സൂപ്പർവൈസറാണ്. വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ ഡയറക്ടറായിരുന്നു. ഗുരു ഗോപിനാഥ് നടനഗ്രാമത്തിന്റെ വൈസ് ചെയർപേഴ്സണാണ്. നൃത്ത ഗവേഷണത്തിനും അധ്യാപനത്തിനുമായി തിരുവനന്തപുരത്ത് ഉത്തരീക എന്ന നൃത്തകലാവിദ്യാലയം നടത്തുന്നു. DC ബുക്സ് പുറത്തിറക്കിയ നർത്തകി, നൃത്തകല, ചിന്ത പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയത് എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചു. ശ്രീകണ്ഠൻ നായരുടെ ലിംഗാലക്ഷ്മി എന്ന നാടകത്തിന് ഭരതനാട്യത്തിലൂടെ നൃത്തഭാഷ്യം ചലിച്ച നർത്തകിയാണ് അവർ. ആശയാവിഷ്കരണത്തിലും നൃത്ത സംവിധാനത്തിലും അസാമാന്യമായതും വേറിട്ടതുമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉള്ള ഒരു വ്യക്തിയാണ്. കേരള ഗവൺമെന്റിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പ് നൽകുന്ന മഹിളാ തിലക് പദവി, കലാശ്രീ പദവി, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള കലാമണ്ഡലത്തിന്റെ VS ശർമ്മ എൻഡോമെന്റ് അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ്, ദൂരദർശൻ, അമൃത എന്നീ ചാനലുകളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഭരതനാട്യത്തിലെ വഴവൂർ ശൈലി പിന്തുടരുന്ന ഈ നർത്തകി ഈ ശൈലിയുടെ ചട്ടക്കൂടിനകത്ത് നിൽക്കുമ്പോൾ തന്നെ സ്വതന്ത്രമായി തനിക്ക് പറയാനുള്ളത് ഈ നൃത്തരൂപത്തിലൂടെ പറയാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്. ഭരതനാട്യത്തിലെ നാട്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നർത്തകിയാണ് അവർ. മനുഷ്യരെ കുറിച്ച്, മനുഷ്യരുടെ ജീവിതാവസ്ഥകളെ കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുന്ന ഒരു കലാരൂപമാണിതെന്നും മനുഷ്യന്റെ ഇന്റേണൽ ജേർണീസ്, ആന്തരിക യാത്രകളെ പ്രകാശിപ്പിക്കുകയാണ് നാട്യത്തിലൂടെ താൻ ചെയ്യുന്നതെന്നും അവർ പറയുന്നു. അതിനാൽ തന്നെ താൻ ഗാലറികൾക്ക് വേണ്ടി കളിക്കുന്ന നൃത്തം ചെയ്യുന്ന ഒരാളല്ല എന്നും ധീരമായിട്ട് പറയുന്നു രാജശ്രീ. മികച്ച ഒരു സംഗീതജ്ഞയായി നർത്തകി നൃത്തത്തെ സംഗീതത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. തന്റെ നർത്തകി എന്ന ഗ്രന്ഥം രാജശ്രീ സമർപ്പിച്ചിരിക്കുന്നത് ബോധത്തിന്റെ കരയിലേക്ക് തിരിച്ചു നടത്തിയ സഞ്ജയ് സുബ്രഹ്മണ്യത്തിന്റെ ആനന്ദ ഭൈരവിയിലുള്ള തില്ലാനയ്ക്കാണ്. സ്വാതി തിരുനാളിന്റെ ഈ തില്ലാന തന്നെ അങ്ങേയറ്റത്തെ സ്വച്ഛതയിലേക്കാണ് നയിച്ചതെന്ന് ഈ നർത്തകി പറയുന്നു. സഞ്ജയ് പാടിയ ഈ ആനന്ദ ഭൈരവി തില്ലാന ഞാനിന്ന് വീട്ടിൽ കാണുകയുണ്ടായി. ഇത്രമേൽ സ്വയം ആനന്ദിച്ച് ഒരു ഗായകന് പാടാനാകുമോ എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള ഒരു ആലാപനമാണ്. ഒരുപക്ഷെ മധുരൈ സോമുവൊക്കെ ഇത്രയും അലിഞ്ഞ് സ്വയം ആനന്ദിച്ച്, രാജശ്രീക്ക് പ്രിയപ്പെട്ട ഒരു ഗായകനാണ് സോമു. അദ്ദേഹത്തിന്റെ അഠാന രാഗത്തിലുള്ള ഒരു ചെറു ക്ലിപ്പിംഗ് ഉണ്ട്. അതിമനോഹരമായി സ്വയം മറന്നുള്ള ആലാപനമാണത്. എനിക്ക് തോന്നുന്നു ഇത്രയും അധികം എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ആലാപനം ചെയ്യുന്ന പാട്ടുകാരും കുറവായിരിക്കും. രാജശ്രീയും ഈ ശ്രേണിയിൽ വരുന്ന നർത്തകി തന്നെയാണ്. നൃത്തം ചെയ്യുമ്പോൾ സ്വയം ആഹ്ലാദിക്കുകയും ആ ഒരു എക്സ്റ്റസി അനുവാചകരിലേക്ക് പകരുവാനും ശേഷിയുള്ള ഒരു കലാകാരിയാണ് ഇവർ. ഡാൻസർ ഷുഡ് ബിക്കം ഡാൻസ് ഇറ്റ്സെൽഫ് എന്നീ കലാകാരി പറയുന്നു. നൃത്തം ചെയ്യവേ നർത്തകി ഇല്ലാതാവുകയും നൃത്തം മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കലാകാരിയാണ് രാജശ്രീ. ബാലേന്ദ്രൻ ചുള്ളിക്കാട് നർത്തകി എന്ന 4 വരിയിൽ എഴുതിയൊരു ചൊല്ലിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ നൃത്തവേദിയിൽ കണ്ടു ലോകം ജീവനെടുക്കുന്ന സർപ്പകാന്തി, ആര് കണ്ടു നർത്തകിക്കകത്തെ ആഴക്കടലിന് അശാന്തകാന്തി. ആ അശാന്തകാന്തിക്ക് മുമ്പിൽ കോട്ടയം കളിയരങ്ങിന്റെ വിനീതമായ നമസ്കാരം. ഇവിടെ ഇങ്ങനെ ശ്രീ സുരേഷ് ഇങ്ങനെ കളരിയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു സ്വതോഹരണ പ്രഭാഷണം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇത് തന്നെ ആയിക്കൂടാ എന്ന് വിചാരിക്കുകയും അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷേ കേരളത്തിലെ ഇന്നത്തെ അല്ലെങ്കിൽ പൊതുവെ കലാരംഗത്തെ ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതിയിൽ ലൈവ് ഓർക്കസ്ട്രയോടുകൂടി ലെക്ചർ ഡെമോൺസ്ട്രേഷൻ വളരെ അപൂർവമാണ്. സാധാരണ ഒരു പെർഫോമൻസിനെ ലൈവ് ഓർക്കസ്ട്ര ആർക്കും പറ്റാറില്ല. കാരണം
അതിനുള്ള ചെലവ്, ക്ലാസിക്കൽ കലാരൂപങ്ങൾക്ക് ഉള്ള ചെലവിനെ കുറിച്ച് ചിലർക്കെങ്കിലും അറിയാം. അപ്പോൾ വളരെ ഇതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഇതുപോലുള്ള ഓർഗനൈസേഴ്സ് മാത്രമാണ്, അല്ല നമ്മളത് നന്നായിട്ട് തന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു. നന്നായിട്ട് കാണേണ്ടി വരുമ്പോൾ അതിൽ കുറച്ച് കാശ് ചിലവാകുന്ന ഒരു സത്യവുമാണ്. പക്ഷെ അത്തരം ചില ഇടങ്ങളിലേക്ക് മാത്രം ഈ ലൈവ് ഓർക്കസ്ട്ര ഉൾപ്പെടെ ചുരുങ്ങി പോകുന്നു എന്ന് പറയാതെ നിവൃത്തിയില്ല. അത് എത്രത്തോളം ഒരാളുടെ മനോധർമ്മത്തെ വളർത്തുന്നു. കലയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നാട്യം എന്നത് ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാവാം, പക്ഷെ പലതും ചെയ്ത് പാട്ടുകാരുടെയും ആ നിമിഷത്തിലുണ്ടാകുന്ന ചില നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ചില സംഗീത അനുഭവമുണ്ട്, ഇല്ലെങ്കിൽ നൃത്താനുഭവമുണ്ട്. അത് സംഗീതമായി മാറുകയോ സംഗീതാനുഭവം നൃത്തമായി മാറുകയോ ഇങ്ങനെ ഒന്നാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിൽ കൂടി പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വേദിയിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് ചിലക്ക കെട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം തരണം. ഇന്ന് എൻ്റെ കൂടെ വേദി പങ്കിടുന്ന കലാപ്രവർത്തകരെ ഞാൻ പരിചയപ്പെടുത്താം. നട്ടുമാർഗം ശ്രീ RLV ഹേമന്ത് ലക്ഷ്മൺ, വായ്പാട്ട് ശ്രീമതി കുമാരി അന്നപൂർണ, വീണ പ്രൊഫസർ വി സൗന്ദരരാജൻ, മൃദംഗം ശ്രീ ബോംബെ ഗണേഷ്. നാട്യം എന്ന വാക്കിൻ്റെ കൃത്യമായൊരു ഡെഫിനിഷൻ വളരെ നന്നായി അറിയാവുന്ന ഒരു ആസ്വാദക വൃന്ദത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. കഥകളി കണ്ടും കൂടിയാട്ടം കണ്ടും ശീലിച്ച പ്രേക്ഷകരുടെ മുന്നിൽ നിന്ന് നാട്യത്തെക്കുറിച്ച് ഞാൻ വിസ്തരിക്കുന്നില്ല, ആ വാക്കിൻ്റെ ഡെഫിനിഷനെ കുറിച്ച്. പക്ഷെ ഭരതനാട്യത്തിനെ സംബന്ധിച്ചിടത്തോളം നാട്യം എന്നത് പലപ്പോഴും ആ പേരിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നുണ്ട്. പദാർത്ഥ അഭിനയം വേദിയിൽ അവതരിപ്പിക്കപ്പെടാറുണ്ട്. പല കഥാപാത്രങ്ങളെയും നർത്തകർ അവതരിപ്പിക്കാറുണ്ട്. ഒരു വർണ്ണം ചെയ്യുമ്പോൾ ആ വർണ്ണത്തിൽ നായകൻ നായികയോടോ നായിക നായകനോടോ സംസാരിക്കുമ്പോൾ നായകനും നായികയുമായി മാറാറുണ്ട്. ഈ മാറ്റത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നാട്യം എന്നൊരു വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൻ്റെ വിസ്താരം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ചുരുങ്ങിപ്പോയിരിക്കുന്നു. കഥാപാത്രങ്ങളിലേക്ക് ആഴത്തിലെത്താനുള്ളൊരു മനസ്സ് ഇന്നത്തെ നൃത്താവതരണത്തിൽ വളരെ കുറഞ്ഞു പോയതായിട്ടാണ് ഒരു നർത്തകി എന്ന നിലയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. നൃത്തം അഭ്യസിക്കാൻ വരുന്ന കുട്ടികൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഭരതനാട്യത്തിൽ അഭിനയമുണ്ടോ? ഭരതനാട്യത്തിൽ അഭിനയമില്ലേ? ഭരതനാട്യം എന്ന് പറയുന്നത് തത്തേക്കാക എന്നുള്ളതാണോ? അല്ലെങ്കിൽ അതിൻ്റെ ടെക്നീക്ക്, അതിൻ്റെ സങ്കേതം എന്നുള്ളതിനെ കൃത്യമായി കാണിക്കുന്ന അടവുകളിലാണോ ഭരതനാട്യം നിലനിൽക്കുന്നത്? അതോ ഈ അടവിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തിന് സിദ്ധിക്കുന്ന ഒരു സ്വഭാവത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്ക് പറയുന്നതും കൂടിയാണോ ഭരതനാട്യം? അത് എത്രത്തോളം പറയപ്പെടുന്നുണ്ട്? എന്നെ സംബന്ധിച്ച് നാട്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഭരതനാട്യത്തിൻ്റെ ഒറ്റക്കാഴ്ചയിൽ ഒരു മാർഗം സാധാരണ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു വളരെ കൃത്യമായ നൃത്തത്തിന് പ്രാധാന്യമുള്ള ഒരു ഇനം അവതരിപ്പിക്കും. അത് കഴിഞ്ഞ് നൃത്തവും സംഗീതവും കൂടെ, അതായത് ആ ചൊല്ലുകളും സംഗീതവും കൂടെ ചേർന്ന് കുറച്ചും കൂടെ മ്യൂസിക്കലായ എന്നാൽ അടവ് അല്ലെങ്കിൽ ആ ഒരു സങ്കേതബദ്ധമായ മറ്റൊരു ജതിസ്വരം നമ്മൾ ചെയ്യുന്നു.
അത് കഴിഞ്ഞ് വർണ്ണം എത്തുമ്പോൾ ശബ്ദം ചെയ്യുന്നു. ശബ്ദം ചെയ്യുമ്പോഴേക്കും അവിടെ കുറച്ചും കൂടെ സാഹിത്യത്തിനൊരു പ്രാധാന്യം വന്നു. അവിടെയും നാട്യം വരുന്നില്ല. അവിടെയും പദവും ആ പദത്തിനെ എങ്ങനെ, ഒരു വാക്കിനെ നമ്മൾ എങ്ങനെ ശരീരത്തിലൂടെ പറയുന്നു, കയ്യിലൂടെ പറയുന്നു. സർവാംഗാഭിനയം തന്നെയാണ്. മുഖമുണ്ട്, മുദ്രകളുണ്ട്, ശരീരമുണ്ട്. പക്ഷേ വർണ്ണത്തിലെത്തുമ്പോഴാണ് കുറച്ചെങ്കിലും കഥാപാത്രങ്ങളിലേക്ക് എത്താൻ ഒരവസരമുള്ളത്. ആ അവസരം എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട്. അത്തരം അന്വേഷണങ്ങളാണ് ഭരതനാട്യത്തിലെ നാട്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കഥാപാത്രങ്ങളായി മാറൽ മാത്രമാണ്. അങ്ങനെ മാറുമ്പോൾ എങ്ങനെയാണ് മറ്റ് ഒരു സാംസ്കൃതിക് ഡ്രാമ പോലെ അല്ലാതെ ഈ സങ്കേതത്തിലൂടെ എങ്ങനെയാണ് ഒരു കഥാപാത്രത്തിനെ നമ്മൾ പറയുക? ഏത് കഥാപാത്രം ആയിക്കോട്ടെ, അതിൻ്റെ ഒരു സങ്കേതത്തിനെയും കൂടെ കാണിച്ചുകൊണ്ടല്ലാതെ എങ്ങനെയാണ് അത് പറയാൻ പറ്റുക? അല്ലെങ്കിൽ സങ്കേതം തെളിഞ്ഞു നിൽക്കണോ നാട്യത്തിൽ? ഒരു കഥാപാത്രത്തിനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കഥാപാത്രമാണോ ഏത് കലാരൂപമാണെന്നുള്ളതാണോ മുന്നിട്ട് നിൽക്കേണ്ടത്? അതോ അത് പ്രത്യേകം പറയാതെ തന്നെ അത് ആ നാട്യത്തിൽ കാണപ്പെടുമോ? ഒരു കഥാപാത്രം, ഇപ്പൊ രാവണൻ വരുന്നു. രാവണന് ഓരോ തവണയും സീതയെ കാണുമ്പോൾ പല രീതിയിലാണ് കാണുന്നത്. അപ്പൊ ഭരതനാട്യത്തിലാണോ രാവണൻ വരുന്നത്? കഥകളിയിലാണോ രാവണൻ വരുന്നത്? അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? നമ്മുടെ ശരീരം അത് പറയുമോ? ഭരതനാട്യത്തിൽ ഒരു അഭിനയം ചെയ്യുമ്പോൾ, ഒരു പദം ചെയ്യുന്നു, ജാവളി ചെയ്യുന്നു, അതിൽ അഭിനയമാണുള്ളത്. അഭിനയം എന്ന് പറയുന്നത് മുഖമാണ് എന്ന് നമ്മൾ പറയുന്നെങ്കിൽ ശരീരമാണല്ലോ. മുഖത്തിന്റെ ഒരു പേശി അനങ്ങിയാൽ നമ്മുടെ ശരീരത്തിലെ പേശികളും അനങ്ങുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഒരു ഉളുക്ക് വീഴുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഉളുക്ക് വീണാൽ ഇത്ര ഏരിയ അനങ്ങില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ സർവാംഗാഭിനയം തന്നെയാണ്. ഇരുന്നു കൊണ്ട് ചെയ്താൽ പോലും ഒരു അഭിനയത്തിൽ അംഗപ്രത്യംഗ ഉപാംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഭരതനാട്യത്തിൽ എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുക? ആ നാട്യം അതെങ്ങനെ നമ്മുടെ ശരീരത്തിലെ നാട്യാവസ്ഥയിലും ഭരതനാട്യത്തിന്റെ സ്വഭാവം നിലനിൽക്കുന്നു? അതിനാണ് നമ്മൾ ഈ ടെക്നിക്ക് പഠിക്കുന്നത്. തത്തൈ താഹ എന്ന് പറയുമ്പോൾ അത് നമ്മൾ കയ്യിനെ ഇങ്ങനെ എടുക്കണം, കാലിനെ ഇങ്ങനെ നടക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനെ എങ്ങനെയാണ് നമ്മൾ കൊണ്ട് നടക്കേണ്ടത് എന്നും കൂടെ പഠിക്കുകയാണ്. പക്ഷെ ശരീരത്തിനെ ഇങ്ങനെ കൊണ്ട് നടക്കണം എന്ന് പഠിക്കുമ്പോൾ പലതരം നടകൾ നമ്മൾ പഠിക്കും. ഇങ്ങനെയായിരിക്കുമോ രാവണൻ സീതയുടെ അടുത്തേക്ക് പോയത്? അവൻ സാധ്യതയില്ല. രാവണന് നടന്നു വരുമ്പോ സീതയെ കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്റെ നട ശരിയാണോ എന്ന് രാവണൻ നോക്കിയിട്ടില്ല. പക്ഷേ രാവണൻ കഥകളിയിൽ നടക്കുന്നതും ഭരതനാട്യത്തിൽ നടന്നാലും രാവണനായിരിക്കണം. രാവണൻ ഓരോ തവണയും സീതയെ കാണുമ്പോൾ രാവണന്റെ ശരീരം മറ്റൊന്നാണ്. ശരീരത്തിൽ വലിയ കാര്യമില്ലാന്ന് രാവണൻ അവസാനം മനസ്സിലാവും. അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ് ഭരതനാട്യത്തിലെ നാട്യം നമുക്ക് പറഞ്ഞു തന്നത്. നാട്യം പോലും നമ്മളെ ശരീരത്തിന് ഒരു പ്രത്യേക രീതിയിൽ പിടിച്ചായിരിക്കണം എന്നാണ് പഠിച്ചിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെ. എൻ്റെ ഗുരുനാഥൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്. പറയാത്ത എന്തുകൊണ്ടാണ്? പലപ്പോഴും ഭരതനാട്യം എന്ന് പറഞ്ഞാൽ കഴുത്തനങ്ങാത്തൊരു നാട്യമുണ്ട്. എന്ത് കഴുത്തനങ്ങാത്തത്? ആരെങ്കിലും പറഞ്ഞോ കഴുത്തനക്കരുതെന്ന്? ഗ്രീവാഭേദം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പഠിക്കുന്ന കുട്ടികൾ.
പക്ഷേ ഈ ഗ്രീവ വളരെ പ്രധാനമല്ലേ? നമുക്ക് സംസാരിക്കാൻ, നമ്മൾ വരൂ എന്ന് പറയാനും വരൂ എന്ന് പറയാനും വരൂ എന്ന് പറയാനും ഒക്കെ നമുക്ക് കഴുത്ത് വേണം. ആ കഴുത്തിനെ നമ്മൾ അനക്കാതെ പിടിച്ചാൽ അവിടെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? പക്ഷെ എല്ലാ ഭരതനാട്യ നർത്തകരും അത് ആ സങ്കേതം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സങ്കേതബദ്ധം എന്ന് അവരവനെ തന്നെ പറഞ്ഞുറപ്പിക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലം വളരെ പ്രധാനമാണ്, അല്ലാന്നല്ല. പക്ഷെ അതിൽ നിന്ന് പുറത്തു കിടക്കുമ്പോഴാണ് പറയാനുള്ളതിനെ കൂടെ പറയാൻ പറ്റുന്നത് സങ്കേതത്തിലൂടെ. രാവണൻ നടന്നൊന്ന് വരട്ടെ.
രാവണന്റെ പല അവസ്ഥകളാണ്. അപ്പോൾ നമ്മൾ നട പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നട എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ ക്യാരി ചെയ്യണം. ശരീരം, തോളുകളെ പ്രത്യേക രീതിയിലാണ്. കഥാപാത്രത്തിന്റെ അവസ്ഥക്കനുസരിച്ച് തോളുകൾക്ക് വ്യത്യാസം വരുമല്ലോ. എപ്പോഴും അങ്ങനെ പിടിക്കാൻ മനുഷ്യർക്ക് പറ്റുമോ? രാവണൻ ദുഷ്ട കഥാപാത്രമാണ്, അല്ലെങ്കിൽ രാവണന് അഹന്തയാണ്. പക്ഷെ രാവണനിൽ ഒരു മനുഷ്യനെ കുറിച്ചാണ് സിയൻ പറഞ്ഞിരിക്കുന്നത്. അത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രാവണന് സാധാരണ മനുഷ്യന്റെ ശരീരമേ ആകുള്ളൂ. പക്ഷെ രാവണനെ കുറിച്ച് നല്ല ബോധ്യമുള്ളപ്പോൾ നമുക്ക് തോന്നുന്നു ഇവരിങ്ങനെ നെഞ്ചു വിരിച്ച് നടക്കുന്നല്ലോ എന്ന് തോന്നും. അപ്പൊ നമ്മുടെ കാഴ്ചയുണ്ട്. നമ്മൾ രാവണനെ എവിടെയാണ് കാണുന്നത്? ഇയാളൊരു ഗംഭീരം. അപ്പൊ അങ്ങനെയുള്ള ഗംഭീര സ്വഭാവമുള്ള രാവണനെ നമുക്ക് ഗംഭീരമായി കാണിക്കാം. പക്ഷെ ഒരു സ്ത്രീയുടെ മനസ്സിന് മുന്നിൽ തോറ്റുപോകുന്ന രാവണനെ തോറ്റ രാവണനായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലത് തോറ്റ രാവണന്റെ ഇനി എഴുതി നടക്കാൻ പറ്റില്ല. കൃത്യമായ താളവും ഇല്ല, താളമൊക്കെ പോയല്ലോ. അതിന് താളത്തിൽ നടക്കാൻ പറ്റുമോ മനുഷ്യന് വലിയ സങ്കടം വരുമ്പോ ആ സങ്കടത്തിനെ കൂടെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് നാട്യം. ഭരതനാട്യത്തിനെ സംബന്ധിച്ചിടത്തോളം നാട്യധർമ്മിയും ലോകധർമ്മിയും ഇത് രണ്ടും ചേർന്ന് എടുക്കുന്നു. നാട്യധർമ്മി ലോകധർമ്മി എന്ന് പറയുമ്പോൾ ഒരു പൊതു തന്നെയാണ്, സത്യമാണ് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഏറ്റക്കുറച്ചിലുകളാണ് പല കലാരൂപങ്ങളെയും അതതായിട്ട് നിലനിർത്തുന്നത് പലപ്പോഴും. പക്ഷെ ഭരതനാട്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാട്യധർമ്മിയും ലോകധർമ്മിയും വളരെയധികം എക്സ്പ്ലോർ ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത്. നമുക്ക് പത്മസുബ്രഹ്മണ്യം ആയിക്കോട്ടെ, ചിത്രാവിശ്വേശ്വരനായിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് പേര് അവർ ശരിക്കും ആ കാലത്ത് ഈ നാട്യം എന്നുള്ളതിനെ എക്സ്പ്ലോർ ചെയ്തവരാണ്. ഒരുപക്ഷെ അത് അങ്ങനെ കണ്ട് ശീലിച്ചതിൻ്റെ ഒരു ബോധ്യം മനസ്സിലുള്ളത് കൊണ്ടും തിയേറ്റർ, നാടകത്തിന്റെ സ്വഭാവം, കഥാപാത്രങ്ങളായി മാറുമ്പോഴും അതിലെ സംഗീതവും, അപ്പോ ജനിക്കുന്ന സംഗീതവും, ആ സംഗീതം നമ്മളിൽ ഏൽപ്പിക്കുന്ന ചില ഭാവങ്ങളും, നമ്മുടെ ഭാവം സംഗീതത്തിന് കൊടുക്കുന്ന ചില എഴുത്തുകുറച്ചുകളും, ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു നാട്യമായി മാറുന്നത്. അതുവരെ അത് ലോകധർമ്മി തന്നെയാണ്, ലോകത്തിന്റെ അനുകരണം തന്നെയാണ്. പക്ഷെ ഈ ലോകത്തിന്റെ കൃത്യമായി നമ്മൾ ടെക്സ്റ്റ് തുറന്നിങ്ങനെ നമുക്ക് അത് ലോകധർമ്മി, ഇത് നാട്യധർമ്മി നമുക്ക് എഴുതാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് നാട്യധർമ്മിയാണ്, ഇത് ലോകധർമ്മിയാണ് കൃത്യമായി എങ്ങനെ വർദ്ധിച്ച് പറയുന്നു ഞാൻ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. കൃത്യമായിട്ട് പറയാൻ എനിക്കറിയും. നമുക്ക് ശ്ലോകങ്ങളിലൂടെ അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിലായിക്കോട്ടെ, അഭിനയ ദർശനത്തിന് അങ്ങനെ വിസ്തരിച്ചൊന്നും പറയുന്നില്ല. അത് രൂപമായിക്കോട്ടെ, എന്തും വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും രാമൻകുട്ടി ആശാൻ ഒരു രാവണനെ ചെയ്യുമ്പോൾ ആ രാവണൻ മലയാളി രാവണൻ. അതെന്താ മലയാളി രാവണൻ? നാട്യത്തിൻ്റെ മലയാളം
ഭാഷയുള്ളത്. നാട്യത്തിന്റെ ശരീരഭാഷ എങ്ങനെയിരിക്കും? നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചേഷ്ടയില്ല. നമുക്ക് തൃശ്ശൂർ ആ ഒരു മധ്യ കേരളത്തിലെത്തുമ്പോൾ ഉള്ള ഒരു ബോഡിയുടെ ഒരു ലാംഗ്വേജിന് വ്യത്യാസമില്ല. പാലക്കാട് ഭാഗത്തുള്ള ഇതെല്ലാം നമുക്ക് അതൊക്കെ അതൊന്നും ഒരു നമ്മൾ കളിയാക്കാൻ മാത്രമാണ് അതിനെ എടുക്കുന്നത്. അതൊരു രീതിയാണ്. ആ ശരീരത്തിന്റെ ചില പ്രത്യേക ചലനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇദ്ദേഹം ഈ പ്രദേശത്ത് വരുന്നതാണെന്ന് ഒരു വാക്ക് ഉച്ചരിക്കുന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഭാഷ, അപ്പൊ അതുകൊണ്ട് തന്നെ രാമകുട്ടി ആശാന്റെ ഞാൻ രാവണൻ ചെയ്യുന്ന സമയത്ത് രാമകുട്ടി ആശാൻ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ രാവണൻ ഇല്ലെങ്കിൽ രാവണൻ ചെയ്തപ്പോൾ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പോലും ഞാനത് അപ്ലൈ ചെയ്തത് ദുര്യോധനൻ ചൂട് കളിക്കുന്ന സമയത്ത് ദുര്യോധനൻ ഈ വിളിച്ചോണ്ട് വരും എന്ന് പറയുന്നുണ്ട്. ആ എനിക്ക് പോരട്ടെ എന്ന് പറയുന്ന ഒരു സാധനത്തില് ഒരു മലയാളിത്തോണ്ട്. അപ്പൊ മലയാളിയാണോ? മലയാളിത്തോണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് സി.എന്റെ രാവണനെ ഞാൻ വായിച്ചത് മലയാളത്തിലാണ്. രാവണൻ ഇരിക്കുന്നത്. രാവണൻ സംസാരിക്കുന്നത് മലയാളത്തിലാണ്. അപ്പൊ ആ മലയാളം അറിയാതെ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ ഇത് മുഴുവനായിട്ട് ചെയ്യുന്ന സമയത്ത് വന്നിരുന്നു. ഇപ്പൊ കുറെയൊക്കെ ഞാനത് പുറത്താണെന്നും പറയേണ്ടി വരും. ആ രാവണനിലേക്ക് ഞാൻ പുറത്ത് കിടന്നു. കാരണം അത് മാനസികമായിട്ട് ഒരു വലിയൊരു സങ്കടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു രാവണനാണ്. അപ്പൊ നാട്യം എന്ന് പറയുന്നത് ചുറ്റുമുള്ള കാഴ്ചകളെ പറയൽ തന്നെയാണ് ഭരതനാട്യത്തിൽ. പക്ഷെ ഭരതനാട്യത്തിൽ അത് എത്രത്തോളം പറയുന്നു? പൊതുവെ ഒരു സംസാരം കഥകളിയിലും ഒന്നും ഉള്ളതുപോലെ ഭരതനാട്യത്തിൽ അങ്ങനെ ഒരു അഭിനയത്തിന്റെ ഒരു സാധ്യതയില്ലാതെ കഥകളി ചെയ്യുന്നവർ പറയാറുണ്ട് പലപ്പോഴും. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു വിഷമം ഉണ്ടാവാറുണ്ട്. കാരണം അത് അത്രയും ആഴത്തിൽ പോകാറില്ല. ആഴത്തിൽ പോകുന്ന കാര്യങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ സമയത്തും ആഴത്തിൽ പൊക്കോണ്ടിരിക്കുകയല്ല. അതിന്റെ ഘടന നൽകുന്ന ചില 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 എന്താ പറയണ്ടേ ചില ചുരുക്കങ്ങളുണ്ട്. ആ ചുരുക്കത്തിനകത്തേക്ക് നമുക്ക് ചിലപ്പോൾ വീണ്ടു പോകേണ്ടി വരും. വലിയൊരു ആസ്വാദക വൃന്ദത്തിന് മുന്നിൽ ഇത് ഭരതനാട്യമാണെന്ന് പറയാൻ വേണ്ടി, കണ്ടു ശീലിച്ച ഒരു ഭരതനാട്യത്തിനെ കാണിക്കാൻ വേണ്ടി ഘടനയ്ക്കകത്തേക്ക് ചിലപ്പോൾ ചുരുങ്ങി പോകുന്നുണ്ട്. പക്ഷേ നാട്യത്തിലെ കഥാപാത്ര അവതരണങ്ങളിൽ ഇപ്പൊ തന്നെ ചെയ്യുന്ന സമയത്ത് രാവണൻ വരികയും അതിലൂടെ സീത വരികയും ചെയ്തോ? സീത എന്തായിരുന്നു അതില്? സീത എന്തായിരുന്നു? അപ്പൊ രാവണനുമായിട്ടുണ്ട്, സീതയുമായിട്ടുണ്ട്. രാവണൻ പലതവണ സീതയെ കണ്ടു. സീത എല്ലാം കൊണ്ട് ഒറ്റ തവണ ഇവിടെ ഇരുന്ന് രാവണനെ പലതവണയായിട്ട് കണ്ടു. അപ്പൊ ഇതിനെ എങ്ങനെ മുറിക്കണം എന്നുള്ളൊരു നാട്ടിയില്ലേ? ഇതിൽ രണ്ട് കഥാപാത്രങ്ങളുടെയും മാനസികാവസ്ഥ രണ്ടല്ലേ? ആ രണ്ട് കഥാപാത്രങ്ങളുടെയും പലതരം മാനസികാവസ്ഥകളിലെ ഒരുമിച്ച് ചെയ്തത്. അപ്പൊ അത് നാട്ടിയല്ലേ? അതിനാഴെടുക്കും. അതിന് ചുരുങ്ങിയ പക്ഷെ ആഴത്തിലൊരു ചിന്തയെങ്കിലും ചുരുങ്ങിയ പക്ഷം അതിന് ഒരു ചിന്തയെങ്കിലും ഉണ്ട്. അപ്പൊ ചിന്തയെ എങ്കിലും സമ്മതിച്ചു കൊടുക്കണം. കഥകളി പോലെ വരണ്ട. പിന്നെ കഥകളിക്കും കൂടിയാട്ടത്തിലുള്ള മേന്മ എന്താണെന്ന് വെച്ചാൽ അഭിനയ സംഗീതമാണ്. എന്റെ മഹാഭാഗ്യത്തിന് എനിക്ക് കൂടെ വർക്ക് ചെയ്യുന്നവര് പലപ്പോഴും അവര് മനസ്സുകൊണ്ട് എന്റെ കൂടെ നിൽക്കാറുണ്ട്. അവര് സംഗീതം കേട്ട് നിങ്ങൾ നൃത്തം ചെയ്യണമെന്ന് പറയുന്നവരല്ല, നൃത്തം കണ്ട് ഞങ്ങൾ പാടിക്കോളാം എന്ന് പറയുന്നവരാണ്. ആ കാര്യത്തിൽ ഒരു നർത്തകി എന്നുള്ള നിലയ്ക്ക് എന്റെ നിലപാട് സംഗീതത്തിന് കുറിച്ചാണ് നൃത്തം നമ്മുടെ മനസ്സിൽ തീർച്ചയായും. പക്ഷെ നൃത്തത്തിന് വേണ്ടിയാണ് സംഗീതത്തിന് വേണ്ടി അതല്ല. അത് രണ്ടും വളരെ കൃത്യമായി ആയേ പറ്റും. ആയാൽ തന്നെ അവിടെ ഇതൊരു ടീം വർക്കാണ്. ഇത് ഒരിക്കലും ഒരാൾ തന്നെ ചെയ്യുന്നതല്ല. ഞാനിത് ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാവരും അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സൗന്ദര്യ എത്ര വേദികളിലാണ് ഇതിനെ കൂടെ വായിച്ചിട്ടുള്ളത്. അപ്പൊ സൗന്ദര്യയിലാണ് ഇരിക്കുന്നത് എന്റെ സ്ട്രെങ്ത് പലപ്പോഴും. അല്ലെങ്കിൽ മൃദംഗം വായിക്കുമ്പോൾ ആ മൃദംഗത്തിന്റെ ഒന്നും ചിട്ട
ഇഷ്ടപ്പെടുത്തിയതല്ല, ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. നമ്മൾ വേറെ പലതും സംസാരിച്ചിട്ടാണ് അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറയുന്നത്. ഇതിലെ ഹേമന്ത് ഒന്നും ഇതുവരെ ഇത് കണ്ടിട്ട് പോലുമില്ല, ഇത് ചെയ്യുന്നതൊന്നും വരെ കണ്ടിട്ടില്ല, അന്നപൂർണ്ണയായിട്ടുണ്ട്. അപ്പോ എന്താന്ന് വെച്ചാൽ ഇതില് സംഗീതം അവിടുന്ന് കിട്ടുന്ന ഒരു അതിൻ്റെ സ്വഭാവവും ഇതിൻ്റെ സ്വഭാവത്തിനെ സ്വാധീനിക്കും. നൃത്തം എങ്ങനെ അവരെ സ്വാധീനിക്കണം, അതുപോലെ തന്നെയാണ് തിരിച്ചു. അങ്ങനെയാണ് ഭരതനാട്യത്തിലും നാട്യം ഉണ്ടാകേണ്ടത്. ഐഡിയലി കൂടിയാട്ടത്തില് ഒരു കഥാപാത്രത്തിനെ ചെയ്യുമ്പോൾ നമ്മൾ നവരസങ്ങളെ കുറിച്ച് പറയാറുണ്ട്. നവരസം എപ്പോഴും ഹയസ്റ്റ് പോയിന്റിലല്ല നിൽക്കുന്നത്. നവരസം ഇങ്ങനെ പതുക്കെ 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 ഈ ബീഭത്സം എന്ന് പറഞ്ഞാൽ ബീഭത്സം പോകുന്നൊരു വഴിയില്ലേ, പഴയൊരു ബീഭത്സാണ് അല്ല. അപ്പൊ നമ്മള് ഭരതനാട്യത്തില് പോലെയുള്ള ക്ലാസിക്കൽ നൃത്തരൂപങ്ങളില് ബീഭത്സം എന്ന് നമ്മൾ പറയുമ്പോൾ അത് പലപ്പോഴും ഇങ്ങനെ ഒന്ന് കാണിക്കൽ മാത്രമേ. അവിടെയാണ് ബീഭത്സത്തിലേക്ക് എത്താൻ വേണ്ട മനുഷ്യൻ കുറച്ച് സമയം അതിനെ എത്തിക്കും. എന്ത് സംഗീതം, അഭിനയ സംഗീതം. അഭിനയ സംഗീതം എന്ന് പറയുന്നത് അതിലെ താളം, അതിലെ വായ്പാട്ട്, അതിലെ ബാക്കി സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് എല്ലാം കൂടെ ചേർന്നാണ് അഭിനയം സൃഷ്ടിക്കുന്നത്. അഭിനയ നർത്തകിയിൽ മാത്രം നിൽക്കുകയല്ല, അഭിനയം അവിടെയാണ് ഉണ്ടാകുന്നത്, നാട്യം അവിടെ ഉണ്ടാകുന്നു. ആ നാട്യത്തിലെ ഇവിടെ ഇതിലൂടെ കാണിക്കുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോ നാട്യം എന്നുള്ളതിനെ എല്ലാ നിർവചനങ്ങൾക്കും അപ്പുറം ഭരതനാട്യത്തില് അതിന്റെ സംഗീതം കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം കൂടുന്നു. നട എന്ന് പറയുമ്പോൾ ഒരു കൂടിയാട്ടത്തില് നടയില്ല. അപ്പൊ എന്താ വെച്ചാൽ ആ നട നമുക്കുണ്ട്, അതൊരു അഡ്വാൻറ്റേജാണ്. എനിക്ക് ഭരതനാട്യത്തിന്റെ പക്ഷത്തുനിന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ, കൂടിയാട്ടത്തിന്റെ പക്ഷത്തുനിന്ന് ഞാൻ എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്ന് ചോദിക്കരുത്. അത്രയും കൂടിയാട്ടം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഭരതനാട്യത്തിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ചില വശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. താരതമ്യം ചെയ്യുകയോ ഒന്ന് വലുത് ഒന്ന് ചെറുതെന്ന് പറയുകയോ അല്ല, എല്ലാം ചേർന്നതാണ് നമ്മുടെ ഒരു കലാ ആസ്വാദന എന്താ പറയണ്ടേ, ആ ഒരു നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്നതാണ്. പക്ഷെ ഭരതനാട്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നടകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്, ചലനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അവിടെ നൃത്തം കാര്യമായി നടയുണ്ട്, നമുക്ക് ചെയ്യാനുണ്ട്. നട നമ്മൾ പഠിക്കണം. ആ നടയെ പല രീതിയിൽ നടക്കാം, ആ നടയെ പല 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 അവസരങ്ങളെ കാണിക്കാം. അത് നാട്യമാണ്. ഭരതനാട്യത്തിനെ സംബന്ധിച്ചിടത്തോളം നൃത്യവും ഇതൊരു വാക്കിനെയാണ് ഞാൻ എൻ്റെ മനസ്സിനെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ നൃത്യം എന്ന് പറയാം. പക്ഷെ ഭരതനാട്യത്തിൽ പറഞ്ഞ പോലെ നൃത്യവും നാട്യവും എവിടെയോ ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ മാത്രം ആ നാട്യത്തിനെ പൂർണ്ണമായിട്ട് അടർത്തിയെടുക്കാൻ നർത്തകർക്ക് പറ്റാറുണ്ട്. ഹേമന്ത് വിചാരിക്കുന്ന ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഹേമന്ത് നട്ടുവാങ്കം ഭരതനാട്യത്തിൽ കേൾക്കണമെന്ന് ചൊല്ലി കേൾക്കണം. ഹേമന്ത് വിചാരിക്കുന്നത് എന്റെ പ്രസക്തി ഇവിടെ എന്ത് അല്ല. നമ്മള് അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് ഇങ്ങനെ പറയാനാണ് തോന്നിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അടുത്ത ഒരു ഇനം തന്നെ അവതരിപ്പിക്കാം. സദാശിവ ബ്രഹ്മേന്ദ്രയുടെ വളരെ പ്രസിദ്ധമായ ഗീതമാണ് ശ്യാമ മാനസസഞ്ചരിയില് വീണ്ടും കഥകളിയിൽ വളരെ വിസ്തരിച്ച് ചെയ്യുന്ന കുചേലവൃത്തമാണ്. പക്ഷെ കുചേലന്റെ ഭാര്യയ്ക്ക് കുറച്ച് പ്രസക്തിയുണ്ട് ഇവിടെ ഉള്ളത്. ഭാര്യ ആരെങ്ങനെയാണെങ്കിലും ഭാര്യമാരെ കുറച്ച് സഫറിയല്ലോ. അപ്പോ ഭാര്യയുടെ കൂടെ കാഴ്ചപ്പാടിന് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. Oh
Hare
Yeah.
सेवक सेवक Thank you.
കഥാപാത്രങ്ങള് കൃഷ്ണനാവുന്നതും പകർനാട്ടം തന്നെയാണ്. പകർനാട്ടത്തിന്റെ സ്വഭാവം മറ്റൊന്നായി നിൽക്കുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഭരതനാട്യത്തിലെ ലോകധർമ്മിക്കും നാട്യധർമ്മിക്കും ഉള്ള ഒരു അളവ് ഒരുപോലെ ആയിരിക്കും. ഞാനത് ഓരോ സന്ദർഭങ്ങളും ആടുന്നത് വഴി മനസ്സിലാക്കുകയാണ്. ഇതിന്റെ അളവ് ഇങ്ങനെയാണ്, ഇതിന്റെ അളവ് ചിലതിൽ ഇങ്ങനെയായിരിക്കാം. നാട്യം എന്ന് പറയുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ് നാട്യം. ഈ ലോകധർമ്മിയെ പലപ്പോഴും ലോകധർമ്മി എന്ന് വിളിക്കുന്നത് ലോകത്തിന് പരിചിതമായതുകൊണ്ടാണല്ലോ. ലോകത്തിന് മനസ്സിലാവും ഇതിങ്ങനെയാണ്. അതിനിടയ്ക്ക് മുദ്രകൾ വരുന്നുണ്ട്. ഈ മുദ്രയുടെ അർത്ഥം, കൃത്യമായ അർത്ഥം കാണുന്ന ഒരാൾക്ക് അറിയണമെന്നില്ല. പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് കേൾവിയാണ് എന്നറിയും. ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ മുദ്ര ഇതൊന്നും, ഇതിന്റെ പ്രയോഗം ഇതൊന്നും ഒന്നുമല്ല, ഇത് ശ്വാസമാണെന്നറിയും. ഇങ്ങനെ കേട്ടതിൽ നിന്ന് ആ കേട്ടത് തന്നെ ശ്വാസമാവുകയും കേട്ടത് തന്നെ മുരളിയാവുകയും ആ മുരളി എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, എൻ്റെ ശ്വാസം തന്നെയാണെന്ന് വിചാരിക്കുകയും ശിവനിടത്ത് നാട്യമുണ്ട്. അതിനെ എങ്ങനെയാണ് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത്? അതിനോട് എങ്ങനെ ചേർത്ത് വയ്ക്കുന്നു? എൻ്റെ ജീവിതാനുഭവത്തെ ഞാൻ എങ്ങനെ കലയാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ കല എങ്ങനെ എനിക്ക് ജീവിതാനുഭവമാണ്? ആ അനുഭവം പ്രേക്ഷകരുടെ അനുഭവവും കൂടിയായി മാറുന്നു. അവിടെ നാട്യം ജനിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറം നാട്യശാസ്ത്രത്തിൽ പറഞ്ഞ നാട്യം എന്നുള്ളതിനെ വെച്ച് വ്യാഖ്യാനിക്കൽ എൻ്റെ രീതിയല്ല. എന്നുവെച്ചാൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള ഒന്നല്ല, മനസ്സിലാക്കുന്നതേ ഉള്ളൂ, മനസ്സിലായി വരുന്നതേ ഉള്ളൂ. മനസ്സിലായി കഴിയുന്ന ഒരു സന്ദർഭത്തിൽ മനസ്സിലായതുപോലെ പറയാൻ പറ്റും. ഇപ്പോൾ അറിവിൻ്റെ തോതിനനുസരിച്ചാണ് പറയാൻ പറ്റുക. ഓരോ സന്ദർഭത്തിലും മനസ്സിലാകുന്നത് മനുഷ്യൻ എങ്ങനെ ഒരു സന്ദർഭത്തിനോട് പ്രതികരിക്കും, അതാണ് ലോകധർമ്മി. ആ പ്രതികരണത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് നാട്യധർമ്മി. അത് ഇങ്ങനെയാണ് 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 എന്ന് 3 തവണ പല രീതിയിൽ പറയുമ്പോൾ അത് ഇങ്ങനെയാണ് കുട്ടിക്ക് മനസ്സിലാവില്ലേ ക്ലാസ്സിൽ? അത് നാട്യം. അതിനെ എത്രത്തോളം ഊന്നി പറയണം എന്നുള്ളടുത്ത് നാട്യം.
ഊന്നാതെയും പറയാം, ഊന്നിയും പറയാം, ചിലത് പറയാതെ വിട്ടുകളയാം. ആ വിട്ടുകളയുന്നത് കൂടെ നമ്മൾ കാണണം. അതാണ് ഇത് ഇവർ വിട്ടുകളഞ്ഞു, വിട്ടുപോയി കേട്ടോ, നല്ല അത് വിട്ടുകളഞ്ഞു കേട്ടോ പറയണം. അപ്പൊ ആ വിട്ടുപോയതിനെ കൂടെ കാണിക്കല് വളരെ അത്യാവശ്യം. കൃഷ്ണൻ എന്താണ് കൃഷ്ണൻ ഓർത്ത് വെച്ചത്? ഇദ്ദേഹം എന്താണ്, കുചേലൻ എന്തൊക്കെയാണ് മറന്നു കളഞ്ഞിരുന്നത്? അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇത് ആ നിമിഷമല്ല, ആ സന്ദർഭത്തിലൂടെ നമ്മൾ ഇവരുടെ ഒരു പഴയകാലത്തിനെയും ഒക്കെ ഓർത്തെടുക്കുകയാണ്. അപ്പൊ പല പല ടെൻസ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ പാസ്റ്റ് ടെൻസ് ഉണ്ട്, പ്രസന്റ് ടെൻസ് ഉണ്ട്, വരാൻ പോകുന്ന എന്തെന്നും കൂടെ ചിലപ്പോൾ നമ്മൾ കണ്ടുപോയത്. എല്ലാ കഥാസല്ല, ചിലതിലെങ്കിലും. രാവണൻ സീതയെ കണ്ട് ശരീരം മാത്രം കണ്ട് ഒടുവിൽ മനസ്സിലേക്ക് ഒതുങ്ങുമ്പോൾ അയാൾ ഇവിടെ തന്നെ ചെന്ന് നിൽക്കും എന്ന് കാണുന്നവർക്ക് പറയാൻ പറ്റണം. അവസാനം രാവണനെ ബാധിക്കുന്ന ശരീരമല്ല, സീതയുടെ മനസ്സാണ്, അല്ലേ? ശരീരത്തിന് പിന്നെ പ്രസക്തിയില്ല. എന്നാൽ ഇങ്ങനെ മനസ്സിലൊരു സ്ത്രീ ഉണ്ടോ എന്നാണ് രാവണൻ ചിന്തിക്കുന്നത്. അപ്പൊ ശരീരത്തിന്റെ പ്രശ്നമേ വരൂ, പിന്നെ മുഴുവൻ മനസ്സാണ്. തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്ത ഒരു പുൽക്കൊടിയോട് സംസാരിക്കുന്ന സ്ത്രീ എന്നെ കണ്ടിട്ട് നോക്കാതിരിക്കലോ എന്ന് രാവണൻ ചിന്തിക്കുന്നിടത്ത് തീർന്നില്ലേ കാര്യം? പിന്നെ ഈ രാവണന്റെ ശരീരം കൊണ്ട് പ്രയോജനമില്ല. അതാണ് ഇത് എന്റെ ശരീരവുമായിട്ടും കൂടെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്, എന്നെ കാണുന്നവരുടെ ശരീരം. എന്റെ ശരീരത്തിന് പ്രസക്തിയില്ല, എന്റെ പ്രസൻസിനെ ഒരു പ്രസക്തിയില്ല. അപ്പോ എന്താര് പറയും? സീത പറയുന്നു, രാവണന്റെ മനസ്സ് മുഴുവൻ നിറഞ്ഞിരിക്കണം. പതിയെയാണ് നിറയുന്നത് എന്നുള്ളതാണ്. അതത്രയും വിസ്തരിച്ചല്ല ഞാൻ ഇത് ചെയ്തത്. ലങ്കാലക്ഷ്മി ചെയ്യുന്ന സമയത്ത് തന്നെ രാവണനെ എനിക്ക് നിഷ്പ്രഭനാക്കേണ്ടി വന്നു സീതയുടെ മുന്നിൽ. വളരെ യുക്തിപൂർവ്വം നമ്മൾ ചെയ്യുന്നതല്ലേ. ഒരാൾ ഇങ്ങനെ നിൽക്കുകയും ഇവിടെ ഒരാളെ കൂട്ടിയിട്ടിരിക്കുകയും അയാൾ പതിയെ അയാൾ ചെറുതാവുന്നത് ഇവർ നോക്കിയിട്ട് പോലും ഇല്ല, നോക്കിപ്പോലും ചെറുതാക്കിയില്ല സീത. അതിന്റെ പോലും ഒരു ആവശ്യം വന്നില്ല. നമ്മൾ ചിലരെയൊക്കെ ഇങ്ങനെ നോക്കി പുച്ഛിക്കാൻ വേണ്ടി, നോക്കാതിരിക്കുന്നതിനപ്പുറം പുച്ഛമുണ്ടോ? അപ്പൊ സീതയ്ക്ക് അറിയാമായിരുന്നു രാവണൻ എന്താണ് സമയത്തിന് കൊടുക്കേണ്ടത്, എന്ത് കൊടുത്താലാണ് ഇയാൾക്ക്. അതാണ് മർമ്മം അറിയുന്ന ഒരാളാണ് സീത. ആ സീതയെ രാമൻ അത്രത്തോളം കണ്ടില്ല. രാവണൻ കണ്ടു, രാവൺ നേരത്തെ കണ്ടു. അതാണ് സീതയ്ക്ക് പിന്നെ രാമനെ പഠിപ്പിക്കാൻ വേണ്ടി അഗ്നി പരീക്ഷയൊക്കെ ആവശ്യമുണ്ട്. അങ്ങനത്തെ ഒരു ടെസ്റ്റിന്റെ ആവശ്യമില്ലായിരുന്നു. രാവണന് നല്ല പണി അങ്ങോട്ട് കൊടുത്തു സീത. അപ്പൊ ആ സീതയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ വലിയ ഇങ്ങനെ വന്ന രാവണന് ഒന്ന് തോള് താണു പോയ രാവണല്ല. രാവണന് ഭരതനാട്യത്തിന്റെ ചില അവതരണങ്ങളിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, എങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ എയർ പിടിച്ച് നടക്കാൻ പറ്റുന്നു രാവണൻ? മനുഷ്യന്റെ എല്ലാം പോയി, സകല കാര്യം പോയി കിട്ടി. എന്നിട്ടും എങ്ങനെയാണ് രാവണൻ എന്ന് കാണിക്കും? ഇല്ല, രാവണൻ സന്ദർഭത്തിൽ രാവണനെ കാണിക്കാൻ പാടുള്ളൂ. സന്ദർഭത്തിനനുസരിച്ചല്ലേ രാവണൻ ഉണ്ടാവുന്നുള്ളൂ. രാവണൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ അതല്ല. രാവണനെ മനുഷ്യനെയാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ മനുഷ്യൻ ഇങ്ങനെ തളർച്ചയും വളർച്ചയും ഉയർച്ചയും പതർച്ചയും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ കാണിക്കുമ്പോഴും മനുഷ്യനാവും. രാവണനെ എങ്ങനെ കാണിക്കുന്നു? രാവണനെ ചെറുതാക്കുന്നത് വഴി വാസ്തവത്തിൽ നാടകക്കാരന്റെ ഒരു ബുദ്ധിയാണ്. ഒരാളെ ചെറുതാക്കുമ്പോ സമൂഹം ചെയ്യും, അയ്യോ അല്ലേ, ഭയങ്കര വലിയ ആളായിരുന്നു, വലിയ അഹങ്കാരമൊക്കെ ആയിരുന്നു, പക്ഷെ നമുക്കൊരു ചെറിയ സഹതാപം തോന്നും. അങ്ങനെ രാവണനെ വലുതാക്കുന്നത് വളരെ ബുദ്ധിപൂർവ്വമാണ് രാവണനെ വലുതാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സിയന്റെ നാടകത്തിലെ ലങ്കാലക്ഷ്മിയിലെ രാവണൻ ഇങ്ങനെ നമ്മുടെ മനസ്സിലെ രാമൻ അതിന്റെ 7 അയലത്ത് വരാത്ത രീതിയിൽ രാവണനെ കൊണ്ടങ്ങ് നിറച്ചു കഴിയും. എവിടെ പോയി രാമൻ എന്നുള്ളതാണ്. അവസാനം നമ്മൾ വായിക്കുമ്പോ ഇല്ല, രാമൻ കൊന്നിട്ടൊന്നുമില്ല, രാവണൻ നേരത്തെ മരിച്ചു പോയതുകൊണ്ട് ഇങ്ങനെ രാമൻ വെറുതെ ഇങ്ങനെ വീണ്ടെടുത്തൊരു മുദ്ര കാണിച്ചതേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ് രാവണനെ വളർത്തിയിരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച്
ഇത്തരം നാടകങ്ങളും ഒക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രത്തിനെ എങ്ങനെ വളർത്താം, എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് വളർത്താം, പക്ഷെ കാണുന്നവരുടെ മനസ്സിൽ എങ്ങനെ വളരണം എന്നും കൂടെ കണ്ടാണ്. രാവണനെ വളർത്തണ്ടേ, ആരെയും മനഃപൂർവ്വം തളർത്തിയിട്ടല്ല, രാവണനെ തന്നെ തളർത്തി. നമ്മളങ്ങനെയല്ലേ, നമുക്ക് ഒരാൾ നന്നായിട്ടിരിക്കുമ്പോൾ അത് നന്നായി പോയി അല്ലേ, നമുക്ക് ഒരു പരിധി കൂടുതലാരും നന്നാവുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പൊതു മനുഷ്യ സ്വഭാവമാണ് പറയുന്നത്, അല്ലാതെ എല്ലാവരും അങ്ങനെയാണെന്നോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ തകർന്നു തുടങ്ങിയാൽ വലിയ ആളായിരുന്നു പക്ഷിപ്പോ ഇങ്ങനെയായി. അപ്പൊ രാവണനെ ചെറുതാക്കി, അതാണ് CM ശ്രീകണ്ഠൻ നായർ ചെയ്ത കാര്യം, രാവണനെ. അപ്പൊ നമുക്ക് രാവണനെ വലുതാക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം രാവണൻ വേണം, രാവണൻ ഉണ്ടെങ്കിലേ ബാക്കി പലർക്കും വലുതാവാനും ചെറുതാവാനും ഒക്കെ പറ്റുള്ളൂ. രാവണന്റെ പ്രസക്തി, രാവണന്റെ പ്രസൻസ് വളരെ പ്രധാനമാണ്. അപ്പൊ രാവണനിലേക്ക് മനുഷ്യനെ എത്തിക്കുക, രാവണന്റെ ഒരു പ്രൗഢി എന്ന് പറയുന്നത് ഏറെ പിടിച്ച് നിൽക്കലല്ല, എല്ലാവർക്കും വേണ്ടി ജീവിച്ച ഒരു രാവണൻ, ഒന്നുമല്ലാതായി പോയ രാവണൻ. മകനില്ലാതാകുമ്പോ സർവവും നഷ്ടപ്പെട്ടതാണ്, ഒന്നൊന്നായി തീർന്നു. രാവണന്റെ അതിലൊരു വരിയുണ്ട്, ഞാൻ ആ വരി സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ബൈഹാർട്ട് ചെയ്യാൻ കുറച്ച് ഒരു നാക്കില്ല. അതായത് എല്ലാവരും പോയി കഴിഞ്ഞ പിന്നെ രാവണനില്ല, രാവണൻ അതിൻ്റെ ഏറ്റവും പിന്നിലാണ്. രാവണൻ CNന്റെ നാടകമാണ് ഞാൻ ലങ്കാലക്ഷ്മിയായിട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ CNന്റെ ലങ്കാലക്ഷ്മിയിലെ രാവണനുമാണ് കല്ലിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ പറയേണ്ടി വന്നത്. എങ്ങനെയാണ് കഥാപാത്രത്തിനെ നിർമ്മിക്കുന്നത് എന്നത് നാടകങ്ങളിൽ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. രൂപകങ്ങൾ, ഒരു പക്ഷേ സംസ്കൃത രൂപകങ്ങൾ കഥാപാത്രത്തിനെ വലുതാക്കാനും ചെറുതാക്കാനും. നമ്മള് ഒരു നർത്തകി വിചാരിക്കുകയാണ് ഈ കഥാപാത്രം വളരണം എന്ന് വിചാരിച്ചവരെ ആദ്യം ചെറുതാക്കണം. ഇപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ പാപം ചെറുതായിപ്പോകും അല്ലെ. നമ്മൾ പൊതു സൈക്കോളജി വളരെ നന്നായിട്ടിരിക്കുന്നു, ഇയാളെ നന്നായി പോയല്ലോ എന്നല്ലേ വിചാരിക്കുക. അങ്ങനെയല്ല, അയാളിലും ഒരു മനുഷ്യനുണ്ടെന്നും അയാളുടെ മനുഷ്യനും സങ്കടങ്ങളുണ്ടെന്നും അയാൾ രാജാവ് മാത്രമല്ലെന്നും അയാൾ ഏറ്റവും അവസാനമാണ് മനസ്സുകൊണ്ട് രാജാവെങ്കിലും ആയിത്തീരുന്നത് എന്നും ഒരു അനുവാചകൻ തിരിച്ചറിയുമ്പോൾ രാവണൻ അയാളുടെ മനസ്സിൽ വളരും. ആ യുക്തി തന്നെയായിരിക്കാം നമ്മൾ ഒരുപക്ഷെ നൃത്തം ചെയ്തപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നത്. ആർക്ക് വേണ്ടി ആരെ സ്നേഹിക്കണം പ്രേക്ഷകർ എന്ന് നർത്തകരാണ് തീരുമാനിക്കുന്നത്. സ്നേഹിക്കണമെങ്കിൽ അനുകമ്പയാണ് ആദ്യം. അത്രയ്ക്ക് വളർന്നു നിൽക്കുന്നവരെ നമുക്ക് എത്ര പെട്ടെന്ന് സ്നേഹിക്കാം. ഉയർന്ന് ഇത്രയൊക്കെ വളർന്നു അതിന്റെ ഇതിപ്പോ സന്ദർഭത്തിന് യോജിച്ചതാണെന്ന് തോന്നില്ലായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഈ കണ്ടംപററി വേൾഡില് ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളത്. അവര് എല്ലാവരും ഒരു ചെറിയ കാര്യം കൊണ്ട് ഇത്ര ആൾക്കാർ ഒരു മനുഷ്യനെ പറഞ്ഞ് നശിപ്പിച്ച് കളയും. കാരണം ഉള്ളിന്റെ ഉള്ളിലാ ഇയാള് വളർന്നു. അപ്പോ ഒരു നാടകകാരൻ രാവണനെ ഇല്ലാതാക്കുമ്പോൾ നമ്മൾ സ്നേഹിച്ചു പോകുന്നേ. രാവണൻ ആരെ സ്നേഹിക്കണം എന്ന് കഥാകാരൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങള് രാവണനെ അങ്ങനെ സ്നേഹിക്കേണ്ട, നിങ്ങൾ രാവണനെ സ്നേഹിച്ചാൽ മതി. രാവണനെ നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ എനിക്ക് രാവണനെ ഇല്ലാതാക്കണം. അതിന് നിമിഷം സീതയെ കൊണ്ടില്ലാതാക്കണം. വേറെ ആരെ കൊണ്ട് ഇല്ലാതാക്കിയാലും കുഴപ്പമില്ല. സീതയാണ് ഏറ്റവും ദ്രോഹിച്ചത് രാവണൻ നമ്മുടെ കാഴ്ചയിൽ. അപ്പൊ ആ സീതയെ കൊണ്ട് തന്നെ രാവണനെ ചെറുതാക്കിയാലേ രാവണൻ വളരും. അപ്പൊ ആ യുക്തിയാണ് ഒരുപക്ഷെ നമ്മുടെ നാട്യത്തിലും പ്രയോഗിക്കുന്നത്. ആരെയാണ് വലിപ്പത്തിൽ കാണേണ്ടത് എന്ന് നർത്തകർ നേരത്തെ തീരുമാനിക്കും. അവര് ഏറ്റവും ചെറുതാക്കുക, അപ്പൊ അവര് വലുതാവും. അതാണ് വളരെ പ്രസിദ്ധമായ ഭരതനാട്യത്തില് സ്വാതിനാളിൽ വളരെ പ്രസിദ്ധമായ ഒരു ജാവലിയുണ്ട്, അറിയായിരിക്കും എല്ലാവർക്കും. സാരമേല മാറ്റലെന്തു സൊല്ലുസൊല്ലു മാറ്റലെന്തു ചാലു ചാലുര സാരമയ്യ
ശൃംഗാരവും വർത്തമാനവും വേണ്ട, തേനൊലിപ്പിക്കുന്ന വർത്തമാനവും അതൊക്കെ നിർത്തിപ്പോകും. സാരസാക്ഷ നിന്റെ ആ കണ്ണിൽ വലിയ സന്തോഷമാണ്, ഇന്ന് മാത്രം വലിയ സന്തോഷമാണ്. അപ്പോൾ എന്താണോ എന്തോ കാരണം അറിയില്ല. സോമുടി ഉദയമായല്ലേ ഈ സുതതിക്ക് മഹാഭാഗ്യമായില്ലേ. ചന്ദ്രൻ ഉദിച്ചു, അപ്പുറത്തെ അവർക്കാണ് സന്തോഷം. അപ്പുറത്തെ അവർക്കാണ് സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് സന്തോഷമില്ല എന്നല്ല അർത്ഥം. ഒരു സന്തോഷത്തിനെ കുറിച്ചും ഒരു വിച്ഛേദലിൻ്റെ ഒരു ഓർമ്മയെ കുറിച്ചും കൂടി പറയുകയാണ് ഇവിടെ നായിക. അതിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു നായികയും, എന്നെ ഈ മനുഷ്യൻ നോക്കുന്നില്ലല്ലോ, ഈ മനുഷ്യൻ എൻ്റെതല്ലേ, എന്നെ മാത്രം നോക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നത് നായിക. ഈ രണ്ട് തരത്തിലുള്ള നായികയും നമുക്ക് രണ്ട് പെർസ്പെക്റ്റീവിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പം ആ ഭാഗമാണ് ഇവിടെ വിസ്തരിക്കുന്നത്. പിന്നെ അവസാനം ഈ സ്വാതിരുന്നാൾ കോമ്പസിഷനിലും നമുക്കത് ഇങ്ങനെയല്ലേ, ഭഗവാനായി ആണല്ലോ നായകനെ സങ്കല്പിക്കണം. അപ്പം അത് എവിടെയെങ്കിലും ഒന്ന് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഇതിൻ്റെ അവസാനം അയ്യോ അതിനോട് കണങ്ങല്ലേ, ഇയാളോട് മതി, സംസാരിച്ചാൽ മതി, സുന്ദരമായ വർത്തമാനമൊന്നും വേണ്ട, മതി, നിർത്തിക്കോ പൊക്കോ എന്ന് പറയുമ്പോൾ ഇയാളത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. പറഞ്ഞു കിട്ടിയല്ലോ, പോയപ്പോൾ എന്താ, അയ്യോ പോകരുത്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കുകയുള്ളൂ, എനിക്ക് പിന്നെ നിങ്ങളല്ലാതെ വേറെ ആരാണുള്ളത് എന്ന് പറയുകയാണ്. അതൊന്നും ചെയ്യാം.
ഉദയമായനേമി സുദരികില ഭാഗ്യ
നമ്മുടെ സമയം ഏതാണ്ട് നാട്യത്തിലെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളെ കുറിച്ച് വളരെ കുറച്ച് മാത്രമാണ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ഭരതനാട്യത്തിലെ പദങ്ങളും ജാവളികളും എന്ന് പറയുമ്പോൾ അതിന് ശൃംഗാരം മാത്രമേ ഉള്ളൂ, ഒരു പ്രത്യേകതരം ചതുരമായ ഒരു ശൃംഗാരമാണെന്നും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിലെ വികാരങ്ങളെ തന്നെയാണ് പറയുന്നത്, പലതരത്തിലുള്ള വികാരങ്ങൾ. പക്ഷെ അത്
ഈ നൃത്തരൂപത്തിൻ്റെതായ ഒരു ഭാഷയിൽ പറയുന്നു. ആ ഭാഷയെ എങ്ങനെ വാക്കുമായിട്ട് വേർതിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് രണ്ടിനെയും നമ്മൾ എങ്ങനെ ഭാഷ, ഈ മലയാളത്തിൽ ഒരു വാക്ക് പറയുന്നു, ആ വാക്കിനെ ആ ഭാഷയിൽ നിന്ന് മാറ്റാൻ പറ്റുമോ? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഞാൻ പറയുന്ന മട്ടത്തിലാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ആ ഭാഷയിൽ തന്നെ പറയുള്ളൂ അല്ലേ? സ്നേഹിക്കുന്നു, എന്ത് വേണമെങ്കിൽ പറയാം, സ്നേഹത്തിൻ്റെ പലതിനെയും പറയാം. പക്ഷെ എനിക്ക് ഈ ഭാഷ വരുമെങ്കിൽ ഈ ഭാഷയിൽ തന്നെയല്ലേ ഞാൻ പറയാം. അപ്പം എൻ്റെ ഭാഷ ഭരതനാട്യമായി മാറി, ആ ടെക്നീക്ക് എൻ്റെ ശരീരത്തിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ നടയും എൻ്റെ ഇരിപ്പും എൻ്റെ നോട്ടവും എൻ്റെ ചലനവും ഒക്കെ ആ ഭാഷ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു സ്വഭാവത്തിൽ തന്നെയാണ്. പക്ഷെ എനിക്ക് വേണ്ടതാണ് ഞാൻ പറയുന്നതെന്നേ ഉള്ളൂ. ആ എനിക്ക് വേണ്ടത് പറയുന്നതിനെ എങ്ങനെ പറയണം എന്ന് വിചാരിക്കുന്നിടത്താണ് നാട്യം ഉണ്ടാവുന്നത്. എനിക്ക് പറയേണ്ടത് ഇതാണെന്നുള്ള തോന്നലും അതിനെ ഇന്ന രീതിയിൽ പറഞ്ഞാലാണ് അത് ഇന്ന രീതിയിൽ കേൾക്കുക, കാണുക എന്ന ധാരണ. ആ ധാരണയിലാണ് നാട്യം എന്ന ഒരു അറിവ് തുടങ്ങുന്നത്. ഒരു വാക്കിൻ്റെ ഉത്ഭവം പോലെ തന്നെയാണ് ഒരു തോട്ട്, ഒരു തോന്നൽ ഇങ്ങനെ വന്ന് വാക്കായി വരുന്ന ഇടം, ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് നർത്തകിക്ക് നാട്യം. ഒരു വാക്ക് തന്നെയാണ്. ആ വാക്കിനെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഏത് കോണ്ടെക്സ്റ്റിൽ നിന്ന് പറയണം? ഭരതനാട്യത്തിൽ ഞാൻ ഇന്ന് കാണുന്ന പൊതുവെ ഒരു ആക്ഷേപമൊന്നുമല്ല. പക്ഷെ സീതാരാമനിൽ നിന്ന് പിണങ്ങി പോകുമ്പോൾ ഇത്ര സ്റ്റൈലിഷായിട്ട് പിണങ്ങി പോകുന്നത് എന്തിനാന്നുള്ളത് സ്റ്റൈലൈസ്ഡ് ആണ്. Any classical form is stylized, of course, but stylish. ഒരാൾ നിമിഷം കൊണ്ട് ഏതാണെന്നൊന്നും പറയാതെ നാട് വിട്ടുപോകുന്നു, കാഷായപ്പെട്ടു. പക്ഷെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഇയാൾക്ക് എന്നോട് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം എങ്കിലില്ലേ എന്നല്ലേ വിചാരിക്കുള്ളൂ. അല്ലാതെ ഭാര്യ ഇങ്ങനെ എപ്പോഴും ഞാൻ ഈ പോസ്ചറിൽ ഇരുന്നാണ് പിണങ്ങുന്നത്. Posture is a trap. Posture is a trap. If anyone is thinking that Bharatanatyam is full of postures, I'm sorry that I feel pity to those people who have made you think that way. അവരെ മാത്രമേ ഇത് പറയാനുള്ളൂ. ഭരതനാട്യം പോസ്ചേഴ്സ് ആണ്. പോസ്ചർ എന്തിനാണ്? പിണങ്ങിയിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. പ്രത്യേക പിണക്കങ്ങളുണ്ട്. പക്ഷെ ഒരാൾ കൂടെ ജീവിക്കുന്ന ഒരാൾ നാട് വിട്ടു. അപ്പം എന്ത് പറയാൻ പറ്റും? എന്താന്ന് അറിഞ്ഞൂടാ. ഇയാൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള ചോദ്യം പോലും ഇല്ല. ആദ്യം അന്ധാളിപ്പാണ് അല്ലേ? പിന്നല്ലേ പിണക്കവും കാരണവും ഒക്കെ വരുന്നത്. അപ്പോൾ ഒരു ഇമോഷൻ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും ഈ പോസ്ചേഴ്സിൻ്റെയും നൃത്യത്തിൻ്റെയും ട്രാപ്പിൽപ്പെട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞു തീർക്കേണ്ടതുകൊണ്ടാണോ എന്നറിയില്ല. എല്ലാം നമ്മൾ ഇങ്ങനെ ആണെങ്കിൽ ഇത്ര സ്പീഡിൽ ഓടിയാതെ ഭരതനാട്യമായിട്ട് കാണപ്പെടുമെന്ന് വിചാരിക്കണോണ്ടാവാം, അറിയില്ല. മനുഷ്യൻ്റെ പേസാണ് നാട്യത്തിൻ്റെ പേസ്. രണ്ടായാൽ ഒന്നും സമ്മതിക്കപ്പെടില്ലെന്ന് തോന്നുന്നു. ആ മനുഷ്യൻ്റെ സാധാരണ ഒരു മിണ്ടലിൻ്റെ ഇടയ്ക്കുള്ളതിൻ്റെയും പരിഭവത്തിലെ മൗനങ്ങളുടെയും സ്നേഹത്തിലെ ഉയർച്ചകളുടെയും ഒക്കെ സമയം, അതിൻ്റെ ഇടവേളകൾ, അതിൻ്റെ ഇൻ്റർവ്യൂസ്, അതിൻ്റെ ഇൻ്റർവെൽ, അതിൻ്റെ ഫ്രീക്വൻസി, ആ സമയത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് നാട്യം എന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു അവസരം സുരേഷ്, രാധിക, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇന്ന് മുഴുവൻ എനിക്ക് രാധാകൃഷ്ണൻ സാറിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു പറയാതിരിക്കാൻ വയ്യ. എനിക്ക് കയറിയ സമയം തൊട്ട് രാധിക എടുത്ത് എപ്പോൾ സംസാരിച്ചാലും എനിക്ക് അതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. പക്ഷെ ഞാൻ ഇന്നത്തെ എൻ്റെ ഈ അവതരണം ഞാൻ അദ്ദേഹത്തിനാണ് മനസ്സുകൊണ്ട് സമർപ്പിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗുരുനാഥനായിരുന്നു. അതെ, ഗുരു എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം കൃത്യമായി ചൊല്ലിത്തരിക എന്നുള്ളതിനപ്പുറം ഇങ്ങനെയൊക്കെയും ജീവിക്കാമെന്ന് അവനവൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്ന ചില മനുഷ്യരുണ്ട്. അവർ സമൂഹം ചിലപ്പോൾ അവർ കാണില്ല, അവരിതാണ്, അവരിങ്ങനെയൊക്കെയായിരുന്നു എന്ന് കാണണമെന്നില്ല.
പക്ഷെ അവരങ്ങനെയായിരിക്കും ജീവിച്ചത്. ഒരു എപ്പോഴും എല്ലാത്തിനും വേണ്ടി എന്താണ് അവനവനെ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യനാണ്. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ വേണമല്ലോ ചില മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ അദ്ദേഹത്തിനെ ഓർക്കുന്നു, മനസ്സ് നിറച്ചു. പിന്നെ അത്രത്തോളം തന്നെ സ്നേഹമയിയായ നന്മയുള്ള ഒരു മകളെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ലോകത്തിന്. ആ നന്മയ്ക്കും എൻ്റെ ഒത്തിരി സ്നേഹം രാത്രിയാണ്. താങ്ക് യു ഹെമൻ, താങ്ക് യു ശ്രീ ഗണേഷ്, താങ്ക് യു അന്നപൂർണ, താങ്ക് യു സൗന്ദർജി. ഇവരില്ലെങ്കിൽ ഞാനൊന്നും അല്ലാണ്ട്. ഇവരാണ് എൻ്റെ ഒരു ഹൃദയം. ഭംഗിവാക്കൊന്നും പറയുന്നതല്ല, അതെനിക്ക് വളരെ പ്രധാനമാണ്. ആ പ്രസൻസും സംഗീതം തന്നെയാണ് എന്നെ നയിക്കുന്നതെന്ന് സംശയമില്ല. പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് ആ സംഗീതത്തിനെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, എന്നെപ്പോലുള്ള കലാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള കളരികൾ, കോട്ടയം കളരിയിലെ ഈ ഒരു ഉദ്യമം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ റീഅഷ്വറിംഗാണ്. ഒരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ലൈവ് ഓർക്കസ്ട്ര വേണം എന്നോട് ഒരു ഓർഗനൈസർ ആദ്യമായിട്ടാണ് പറയുന്നത്. അതിന് അമ്മയോട് ഒത്തിരി നന്ദിയുണ്ട്. അതിനെ ആ നാട്യത്തിനെ അതിൻ്റേതായ അനുഭവ കാഴ്ച നിർമ്മിക്കാൻ സഹായകമായ പശ്ചാത്തലം ഒരുക്കാനുള്ള ധൈര്യം എനിക്ക് തന്നിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ ഒരു ഭരതനാട്യത്തെക്കുറിച്ച് ഒരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ നടത്തിയ ഡോക്ടർ രാജശ്രീ വാര്യർക്കും ടീമിൽ കോട്ടയം കളരിയുടെ പേരിലുള്ള അഗൈതവുമായ കണ്ടെത്തുന്ന